എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പ റെസിപ്പിയാണ്. സാധാരണയായിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് മാവ് കൊണ്ട് ചിലരൊക്കെ റേഷൻ കട മാവ് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പുട്ടുണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഈ പൊടിച്ച മാവ് കവർ മാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള മാവൊന്ന് അരിച്ചെടുക്കാവേ. ഞാനിപ്പോൾ ഒരു കവറോളം എടുക്കുന്നില്ല, അതിൻ്റെ പകുതിയോളം എടുക്കുന്നില്ല. റേഷൻ കട മാവായതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോണേ. കാരണം എന്താണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ സ്റ്റോക്ക് ഇരുന്നതാവാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം, ചിലപ്പോൾ കരിച്ചയോ അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കിടപ്പുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. വലിയ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്താൽ മതി, കുഞ്ഞരിപ്പ് ഉപയോഗിക്കേണ്ട. കാരണം കുറച്ചൊക്കെ തവിടുള്ളത് നമുക്ക് ആഹാരത്തിന് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളവും എടുത്തിട്ടില്ല കേട്ടോ, ലേശം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇന്നത്തേക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് കരുതി ഇത് ഒരു ദിവസം മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നല്ല, 2-3 ദിവസം വെച്ച് ഉപയോഗിക്കാം. ഓരോ ദിവസം കഴിയുന്ന ഒരു ടേസ്റ്റ് കൂടി വരും കേട്ടോ. ഇനി നമുക്ക് ഈ അരിച്ച മാവിനെ ഉണ്ണിയപ്പത്തിന് കുഴയ്ക്കുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചേക്കാവേ. ഇനി ഇതങ്ങോട്ട് ഇരുന്നോട്ട് നമുക്കിനി ചെറിയ കുഞ്ഞു 2-3 പണികളുണ്ട്, അത് ചെയ്തിട്ട് വരാവേ. ആദ്യം ശർക്കര എടുക്കാം. ശർക്കര നമുക്ക് അളവിനെടുക്കാവേ, കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാവേ. ഞാൻ പിള്ളേർക്കായതുകൊണ്ട് കുറച്ച് കൂടുതൽ ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര അരിഞ്ഞൊന്നും ഇട്ടിട്ടില്ല, ഒന്ന് തല്ലി പൊടിച്ചിട്ടതാണ്. കാരണം നമുക്ക് ശർക്കര പാവ് കാച്ചാനാണല്ലോ, വെള്ളത്തിൽ കിടന്ന് അതൊന്നും മെൽറ്റ് ആയിക്കോളും. നമ്മുടെ ഈ ഉണ്ണിയപ്പം 5 മിനിറ്റിൽ റെഡിയാവും കേട്ടോ. അല്പസമയം ചിലവിടുന്നത് ഈ ശർക്കര ഒന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എളുപ്പത്തിൽ റെഡിയാവുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തിലോട്ട് വയ്ക്കാവേ. ഇതിനി അടുപ്പത്തിരുന്നൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കുഞ്ഞു പരിപാടിയുണ്ട്, അത് ചെയ്ത് വെച്ച് വരാവേ. തേങ്ങയൊന്ന് കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നെയ്യിലൊന്ന് വശറ്റിയെടുക്കണം. അയ്യോ, എളുപ്പ പണിയെന്ന് പറഞ്ഞിട്ട് നെയ്യൊക്കെ വേണമെന്നൊന്നും ചോദിച്ചു കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അതൊന്ന് മേടിച്ചാൽ മതി കേട്ടോ, അത് മതിയാവും. അല്ലാതെ വലിയ അളവിൽ നെയ്യൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ തേങ്ങ ഒന്ന് വശറ്റി ചുവന്ന് കിട്ടുന്ന ആ ലെവലിലൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലേശം നെയ്യ്. ഞാനിപ്പോൾ തേങ്ങയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വശറ്റി എടുത്തിട്ട് വരാവേ. പിന്നെ ഈ തേങ്ങയും നെയ്യും ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ടൊന്ന് ചേർക്കുന്നതാണ്. ഇതൊന്നും ഇല്ല എങ്കിലും ഗോതമ്പ് പൊടിയും ശർക്കരയും മാത്രം ഒന്ന് കലക്കിയെടുത്ത് ഒഴിച്ചിരുന്നാലും ഉണ്ണിയപ്പം ക്ലിയറായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് 2 കവർ നെയ്യ് മേടിച്ചിട്ടുണ്ട്. 10 രൂപയുടെ 2 കവർ നെയ്യ് മേടിച്ചിട്ടുണ്ട്. അത് 2 ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടാക്കുകയാണ്. പിള്ളേരൊന്ന് മേല് കഴുകിയിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഇതങ്ങ് റെഡിയാവും. ചായയോടൊപ്പം കഴിക്കാനായിട്ട് ഇത് റെഡിയായി കിട്ടും. ചിലർക്ക് ഈ തേങ്ങ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ചിലവർക്ക് ഈ പായസത്തിൽ കിടക്കുന്ന തേങ്ങ ആയിരുന്നാലും നമ്മുടെ ഉണ്ണിയപ്പത്തിൽ കിടക്കുന്ന തേങ്ങ ആയിരുന്നാലും ചിലർക്കത് ഇഷ്ടമില്ല. അത് ഇഷ്ടമില്ലാത്തവർ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ കടല ഉണ്ടല്ലോ, ചുണ്ടരി കടല ഒന്നുമല്ല, നമ്മുടെ ഈ ഉത്സവ പറമ്പിലൊക്കെ 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുമല്ലോ കടല, ആ കടല ഒന്ന് വശറ്റി ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണ്ണിയപ്പത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇപ്പോൾ കടലയൊക്കെ ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എനിക്കും പിള്ളേർക്കും ആണെങ്കിൽ പായസത്തിലായിരുന്നാലും ഇതുപോലെ മധുരത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടണം. അതായത് തേങ്ങ ഇതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയപ്പത്തിൽ കിടക്കുന്നതും പായസത്തിൽ കിടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 5 മിനിറ്റിൽ തീർന്ന സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ പറഞ്ഞു തരണത് കൊണ്ടാണ് കുറച്ച് ലെങ്ത് ആവുന്നത്. നമുക്കിനി ആദ്യം ഇതിലോട്ട് നമ്മൾ പാവ് കാച്ചി വെച്ചില്ലേ, അത് ആറിയതിന് ശേഷം മാത്രം അരിപ്പിലൂടെ ഒന്ന് അരിച്ചൊഴിക്കണേ. ആറിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അരിപ്പിൻ്റെ വളയ മാത്രം ഇരിക്കും, അതിനകത്തുള്ള നെറ്റൊന്നും കാണത്തില്ല. ഞാനിപ്പോൾ ശർക്കരപ്പാവിൻ്റെ ആ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയപ്പോഴേക്കും ഞാനതെടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ശർക്കരപ്പാവിൽ മാത്രം നമ്മുടെ ഈ മാവ് കലക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് അളവൊന്നും കിട്ടത്തില്ലല്ലോ, ഇത്ര മാവിന് ഇത്ര ശർക്കരപ്പാവ് വേണമെന്ന്. അതുകൊണ്ട് നമ്മളിതിൽ കുറച്ചോളം വെള്ളവും ചേർക്കണം. എനിക്കിപ്പോൾ ഞാൻ കാച്ചിയ പാവ് കൊണ്ട് മാത്രം ഈ മാവ് ലൂസായി കിട്ടത്തില്ല. കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ആ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. എനിക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കിട്ടിയത് തൊഴിലുറപ്പിൽ നിന്നാണ് കേട്ടോ. കാരണം അവരാണ് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ഒരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള ആലോചനയിൽ അവരാണ് പെട്ടെന്ന് പറഞ്ഞത്. അത് ഗോതമ്പ് എടുക്കുക, ശർക്കരപ്പാവ് കലക്കുക, ലേശം നെയ്യ് ഒഴുക്കുക, ആ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ടൊന്ന്
ഒഴിച്ചിടുക. എളുപ്പം കാര്യം കഴിഞ്ഞില്ലേ? സോഡാപ്പൊടി വേണ്ട, പുളിക്കാൻ മണിക്കൂർ കണക്കിന് വെച്ചിരിക്കേണ്ട, ഉണ്ണിയപ്പത്തിനിടുന്ന ആ പഴമൊന്നും ചേർക്കേണ്ട. പഴം ഇടുകയാണെങ്കിൽ കൊള്ളാം കേട്ടോ. നമുക്കിപ്പോൾ പഴം ആവശ്യമില്ല, പഴം ഇല്ല എങ്കിൽ കൂടി കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ, കാരണം ഇത് ഗോതമ്പാണോ എന്നുകൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതുപോലത്തെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. പിന്നെ ഏത് സാധനം ഉണ്ടാക്കിയിരുന്നാലും ആ ഉണ്ടാക്കുന്ന കൂട്ടുണ്ടല്ലോ, അതിൻ്റെ ആ പരുവം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് പരുവം ഒന്ന് നോക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഏതാണ്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഈ പരുവം ആകുമ്പോഴേക്കും നിങ്ങൾ ആ കലക്കൽ നിർത്തിക്കോണം, കാരണം ഇനി ഇതിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം റവയാണ് കേട്ടോ. ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്തോണ്ടാൽ മതിയേ. ഇനി നമുക്കൊരു 4-5 ഏലക്ക കൂടെ ഒന്ന് ചതച്ചിടാവേ. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എങ്കിൽ ശർക്കരയും നമ്മുടെ ഗോതമ്പും പിന്നെ കുറച്ച് ലേശം നെയ്യും കൂടെ ചേർത്തൊന്ന് കലക്കി ഒഴിച്ചിരുന്നാൽ ഉണ്ണിയപ്പം സൂപ്പറായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ആ വശറ്റി വെച്ചിരുന്ന ആ തേങ്ങ അതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഇത് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലേശം വെള്ളം കൂടെ ആവശ്യമായിട്ട് വരും. തേങ്ങ തട്ടിയപ്പോഴേക്കും ഒരുപാടുണ്ട് കേട്ടോ, അതിൽ കൂടുതലുണ്ട്. നമുക്ക് ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിരി കടിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഇട്ടതാണ് കേട്ടോ. നമുക്ക് ഇത്ര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലേശം വെള്ളം ചേർക്കുന്നുണ്ട്. അല്പം ഒന്ന് ലൂസായിട്ട് വേണം നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടി കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല തിക്കായിട്ടൊന്നും ആവശ്യമില്ല. ഏതാണ്ട് ഈ പരുവം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് കട്ട പിടിച്ച മാവൊന്നുമല്ല, നമ്മുടെ ഈ തേങ്ങയാണ്. ഇനി നമുക്ക് അടുപ്പത്തോട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വയ്ക്കാം. ഇനി ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഉണ്ണിയപ്പച്ചട്ടി മേടിക്കുമ്പോൾ ഓൺലൈനായിട്ടൊന്നും മേടിക്കരുത് കേട്ടോ, നമ്മൾ പോയി നോക്കി തന്നെ വാങ്ങിക്കണം. ഇത്തിരി വിലയുള്ളത് തന്നെ വാങ്ങിക്കാൻ നോക്കണം കേട്ടോ, ഇത്തിരി കട്ടിയുള്ളത്. അപ്പോഴേക്കും തന്നെ അത് നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിൽ എണ്ണ ഒഴിക്കാം. എണ്ണ നിറയെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു അരഭാഗം നിറയുന്നത് വരെ ഒഴിച്ചുകൊണ്ടാൽ മതി. പിന്നെ നമുക്ക് എണ്ണ കുറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തപ്പോഴേക്കും അതിൽ ഏകദേശം 1/4 ഗ്ലാസോളം വെളിച്ചെണ്ണ മിച്ചം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല, ഇത് അധികം എണ്ണ ഒന്നും ഇളുക്കത്തില്ല കേട്ടോ. ഉണ്ണിയപ്പത്തിൽ അധികം എണ്ണ ഒന്നും പിടിക്കത്തില്ല. വെളിച്ചെണ്ണയുടെ ആവശ്യം കുറച്ചേ വരുന്നുള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതാ ഏകദേശം 3/4 ഭാഗം, ആ കുഴിയിൽ 3/4 ഭാഗത്തോളമാണ് ഞാനിപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ അരിമാവിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പമൊക്കെ പൊള്ളി വരില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. പിന്നെ ഒരു കാര്യം, നമ്മൾ എണ്ണ ആദ്യം ഒഴിക്കുമ്പോഴേക്കും ഇത്തിരി തീ കൂട്ടി വച്ചതിന് ശേഷമേ പിന്നെ നമ്മൾ ചുട്ട് തുടങ്ങുമ്പോഴേക്കും അതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് മൂടി പിടിച്ചേക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമായിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഭാഗം അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ വെന്തെന്ന് എങ്ങനെ അറിയുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഏകദേശം അടിഭാഗം ഒന്ന് ചുവന്ന് വരും. നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും മറിച്ചിടാം. ഇപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായി കറുപ്പിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ കറുപ്പിച്ച ഉണ്ണിയപ്പത്തിൻ്റെ കറുത്ത കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഇട്ടിരിക്കാവേ. ഞാനിപ്പോൾ അത്രയും നേരം ഇട്ടിരിക്കുന്നില്ല. അത് വെന്തു എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് മറിച്ചിടുകയാണേ. ഇനി മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നടുക്കുള്ള കുഴിയിൽ അവസാനം ഒഴിക്കാൻ നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഭയങ്കരമായിട്ട് തീ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അവസാനം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എളുപ്പം കരിയത്തില്ല അത്. ഇപ്പോൾ ഞാൻ ഏതാണ്ട് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണം, വീണ്ടും ഒരു 1-2 മിനിറ്റ്. അതും നമുക്കറിയാൻ പറ്റും. അപ്പോഴേക്കും ഇത് നമുക്ക് എടുക്കണം കേട്ടോ, നന്നായിട്ടൊന്നും കരിയാൻ വിടണ്ടേ. ഇപ്പോൾ എനിക്കിത് ഏതാണ്ട് പരുവമായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നന്നായിട്ടൊന്ന് കറക്കാനൊന്നും വിടണില്ല. അപ്പോഴേക്കും ഇത് കുത്തി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, കാരണം നോൺ സ്റ്റിക്കാണ്. അത് നമ്മുടെ കരണ്ടിയോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ കുത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾവശം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും കൂടെ ഒഴിച്ച് എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ഏതാണ്ട് 5 പ്രാവശ്യമോളം ഇത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ഞാൻ കലക്കിയ മാവ് ഏകദേശം 45ഓളം ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ, ഇതിപ്പോൾ റേഷൻ കട മാവിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് റേഷൻ കട മാവിൽ മാത്രമേ ഉണ്ടാക്കാവൂ എന്നല്ല കേട്ടോ. ആശീർവാദ് ഗോതമ്പിലൊക്കെ ഇത് ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ അതിലും ഉണ്ടാക്കിയിട്ടുണ്ട്. റേഷൻ കട മാവിരിക്കുമ്പോൾ അതിലും ഉണ്ടാക്കാറുണ്ട്. രണ്ടിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, രണ്ടിലും നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് റേഷൻ കട മാവ് മാത്രം അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കാണുന്നവരും
ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് മോൻ കഴിക്കാൻ എടുത്തതാണ്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ ഉൾവശം ഒന്ന് ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. നിങ്ങൾ കഴിച്ചാൽ തന്നെ ഇപ്പോൾ ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പമാണെന്നൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിലും ഉള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.